സൗരവ് ഗാംഗുലി 11,363 റൺസ്. ഓഹോ, പിടിച്ചോ. കുമാരൻ ശങ്കരക്കര 14,234. മലയാളിയാണല്ലേ? കുമാരനല്ല, കുമാർ സംഘക്കാര. ഓ അങ്ങനെ. ആ വിളിക്ക് വിളിക്ക്. വാ വാ ഇടാ. ചൊറിച്ചില്. സച്ചിൻ തെണ്ടുൽക്കർ 18,426 റൺസ്. എടി എടി എടി, സച്ചിനോ? എന്തോന്നച്ചാ ഇത്? എല്ലാ കളിയിലും എങ്ങനെ അച്ഛന് സച്ചിന്റെ കാർഡ് തന്നെ കിട്ടണത്? കശകാ നേരത്തെ മാറ്റി വെക്കണം. കാർഡ് എന്നിട്ട് അടുത്ത വിളിക്കാൻ. ശങ്കരം പോയി. അനിൽ കുമ്മിള് 337 വിക്കറ്റ്. നമ്മളെ കല്ലറ കുമ്മിളുള്ളവനാ. ഓ, കുമ്മിളി ജംഗ്ഷനിൽ തിരിയുമ്പോഴേ ഫസ്റ്റ് ഇരിക്കുന്നത് ഇങ്ങനെ വീടാണ്. തന്നെയാടാ, ദിവസം പോണല്ലേ ആ വഴി. ഞാൻ തിരികെ കണ്ടിട്ടില്ല. എന്റെ അമ്മ, ഇത് അനിൽ കുമ്പിളെ. കുമ്പളങ്ങയായിരുന്നു. എടാ, ക്രിക്കറ്റിന്റെ ABCD പോലും അറിഞ്ഞൂടാത്ത ഇവളെടുത്ത് എന്തൊരു തേങ്ങ പറഞ്ഞു കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അയ്യ, എന്നെ അങ്ങനെ ആക്കണ്ട. എനിക്ക് കുറച്ചു പേരെയൊക്കെ അറിയാം. എങ്കില് നീ ഇന്ത്യൻ പ്ലേയേഴ്സിലെ ഒരാളെ പേര് പറഞ്ഞാണ്. മേഴ്സി. നീ അടുത്ത കാർഡ് വിളി. ലസിത് മലിംഗ 338 വിക്കറ്റ്സ്. വിളിക്കച്ചാ. ലസിത് മലിംഗ അല്ലേ? ഈ കട്ടില് മൂട്ട ഉണ്ട് കേട്ടാ, കൊത്തണ ചെന്ന്. മുരളീധരൻ വിക്കറ്റ്സ് 534. അതെ, നിങ്ങളെ മൂട്ടിൽ ചൊറിയാൻ നേരത്തെ കാർഡ് മുളച്ചു വരാൻ എന്തെങ്കിലും മാജിക് പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? ജലജ, ഞാൻ സത്യസന്ധമായി കളിച്ച് ജയിക്കാൻ നേരത്ത് നിനക്ക് എപ്പോഴും ഉള്ളതാണ് ഈ അസൂയ, അല്ലേടാ? അച്ഛനെ ഒന്ന് എണീറ്റാണ്. ഓ, നീ അച്ഛന്റെ സത്യസന്ധതയെ ചോദ്യം ചെയ്യുന്നു അല്ലേ? ചോദ്യം ചെയ്യണില്ല, അറിയാം അച്ഛനൊരു കാട്ടുകള്ളനാണെന്ന്. ഒരു സൈഡ് പൊക്കിത്തരാം. അമ്മ, യുവരാജ് ധോണിക്ക് തായിരിക്കണ്. അയ്യോ, ഇവരിപ്പോഴും ആശ്രയത്തിലേക്ക് കയറിയിരുന്നു. ഓ, മറ്റേ സ്ഥലം സമ്മതിക്കൂല. അയ്യോ മക്കളെ, ബ്രെഡ് ആക്കളോ വീരേന്ദ്ര സഖാവൊക്കെ ഇല്ലാതിരിക്കണേ. ആക്കളോ സഖാവുവാ? എന്തോ വെച്ചാ ഈ കാണിച്ചു വെച്ചിരിക്കണത്? ഉള്ളത് പറയാം. സച്ചിനെ മാത്രമേ ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ നോക്കിയപ്പോഴേ ധോണി യുവരാജൊക്കെ ചിരിച്ചോണ്ടിരിക്കണം. പിന്നെ എങ്ങനെയാ എടുക്കാതിരിക്കാൻ നോക്കണത്? വിഷമാവൂലേ അവർക്ക്? ഇതുപോലൊരു കാട്ടുകള്ളൻ ഉടായിപ്പൻ വേറെ എങ്ങും കാണൂല. ജലജെ, യുവർ ഫാദർ ഈസ് സ്മൈലിംഗ് അറ്റ് ദ കോർണർ. ഓർമ്മ വേണം. ഇനിയിപ്പോ പുതിയ കളിക്കാം. കാർഡും കട്ട്, കശക്കട്ട്. സച്ചിൻ. അയ്യോ, സച്ചിന് കാന്തി ശക്തി എന്തോ ഉണ്ടെന്നാണ് തോന്നുന്നത് കേട്ടാ. എടാ, നമുക്ക് ഇതിന് പകരം ഏണിയും പാമ്പം കളിച്ചാ പോരെ? അതിലെ ഇങ്ങനെ കള്ളത്തരം നടക്കൂല. പിന്നെ ഏണിമാമിന്റെ ബോളിൽ എപ്പോഴേ ഞാൻ പാമ്പിന്റെ നീളവും കുറച്ച് ഏണിയുടെ എണ്ണവും കൂട്ടി. എന്റെ അടുത്താണ് കളി. ഹലോ, രഘു സ്പീക്കിംഗ്. എന്തരച്ചാ? ജിത്തുവിനെ നാട്ടുകാരെ കൂടെ ചേർന്ന് ലീലാവിലാസ് ജംഗ്ഷനിൽ കെട്ടിയിട്ടേക്കണെന്ന്. എന്തിന്? ഏതാ പെണ്ണിന്റെ പിറകെ പോയാലെന്ന്. ഇതിലായോണ്ട് കൃത്യസമയത്ത് ഞാൻ എത്തി. രാവിലെ എങ്ങാണ്ട് ഇറങ്ങിയതാണ്. എന്റെ ചെറുക്കൻ എവിടെയാണ് അതോ കെട്ടിയിട്ടേക്കണം. മക്കളെ മക്കളെ, എന്റെ ചെറുക്കനെ കെട്ടിയിട്ടത് ഞാൻ തന്നെടാ. എടാ, എന്റെ ചെറുക്കൻ തലതെറിച്ചവന് തെമ്മാടി തന്നെ എന്ന് പറഞ്ഞ നമ്മളാരും അവനെ വീട്ടിൽ കെട്ടിട്ട് വളർത്തിയിട്ടില്ല. എന്നിട്ട് പറയട്ടെ മക്കളെ, ഞാൻ ഇത് ചോദിക്കാൻ നീ ആരടാ? ഞാൻ അവന്റെ തന്താന്ന് പറഞ്ഞ് 5 രൂപ പിടിച്ച് അവന്റെ ഞാൻ എന്തിന് 5 വാങ്ങിക്കുന്ന? അതുകൊണ്ട് ഞാൻ അവന്റെ അയൽവാസി. അച്ഛാ, ബഹുത്ത് അച്ഛാ, ഞാൻ തുമാരെ അയൽവാസി ഹൂ. നിന്നെ ഡയലോഗ് അടിക്കാതെ വിളിച്ചോണ്ട് പോടാ. നിനക്ക് ഓരകൂൻ അറിയാമോടാ? ഇല്ല, അറിയാത്ത നന്നായി. പാടാ മക്കളെ. കെട്ടിക്കിടക്കണ ഞാൻ എങ്ങനെ വരാൻ? നിന്റെ ചെറുക്കര 65. ചേട്ടാ, ഒരു പിച്ചാത്തി ഉണ്ടാ? ബ്ലേഡ് ആണെങ്കിലും മതി, കുഴപ്പമില്ല. ഞാൻ കടിച്ച് പറിച്ചെടുത്തോളാം. നിന്റെ മാംസം ഒരു നല്ല ടേസ്റ്റ് ഉണ്ട്. ഓടാ, ഇനി ഇവിടെ നിൽക്കണ്ട. നമ്മുടെ കുടുംബത്തിലാരും ഒരു പെണ്ണിന്റെ പിറകെ പോയ ചരിത്രമില്ല. അപ്പൊ അച്ഛൻ അമ്മയുടെ പിറകെ ആയിരിക്കൂല, മുന്നേ ആയിരിക്കും ഇല്ലേ നടന്നത്?
അതൊക്കെ പണ്ട്. നീ അച്ഛന്റെ പാത പിന്തുടരാൻ നോക്കുകയാണോ? എങ്കിൽ നീ നശിച്ച്. ഷോ, എന്നാലും ഇത് ഭയങ്കര വൃത്തികേടായി പോയി. കോളേജിലെ ഫാത്തിമ എന്ന് പറഞ്ഞൊരു പെണ്ണിന്റെ പിറകെ നടന്നതിന് സീനിയേഴ്സ് എന്തരാ ചെയ്തത്? പിടിച്ച് മുത്തോ തന്നത്? മൂത്രപ്പരയിൽ കയറ്റി കുനിച്ചിർത്തി കൂമിനിടിച്ച്. അച്ഛാ, അത് ഇൻഡോർ അല്ലേ, ആരും അറിഞ്ഞില്ല. ഇത് ഔട്ട്ഡോർ. നാണക്കേടായില്ലേ? ഓ, നാണക്കേട്. നിന്നെ ഇടിച്ചത് ചോദ്യം ചെയ്യാൻ വന്ന എന്നെ അവന്മാർ എന്താടാ ചെയ്തത്? അവന്മാര് നടുറോട്ടിൽ വെച്ച് അച്ഛന്റെ മുണ്ട് ഊരിക്കൊണ്ട് ഓടി. അത് നാണക്കേടില്ലല്ലേ? അത് അച്ഛന് നാണക്കേട്, എനിക്ക് നാണക്കേടല്ലോ. അന്ന് ഞാൻ ജംഗ്ഷൻ വഴി 25 ഓട്ടമുള്ള നിക്കർ ഇട്ടുകൊണ്ട് ഓടിയ ഓട്ടം. ഓ, മുരളീരെ ഓട്ടം ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്. അങ്ങേരെ നിക്കർ ഓട്ടം ഉള്ളതായിരുന്ന? ആ ഓട്ടയല്ല, അവന്റെ ഓട്ടോറിക്ഷയിൽ കയറിയാണ് ഞാൻ വീട്ടിലെത്തിയെന്ന് മുണ്ടുകാളയായിട്ട്. നിങ്ങൾ അതൊന്നും പറഞ്ഞോണ്ടിരിക്കാതെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി. എനിക്കിപ്പോഴൊന്നും ഒരു മരുമോള് വേണ്ട. ജിത്തു, എന്താണ് എന്റെ സ്റ്റാൻഡ്? ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് അവൾ ആദ്യമായിട്ട് കണ്ടത്. പിന്നീട് കാണുന്നത് ഓട്ടോ സ്റ്റാൻഡിൽ വെച്ചാണ്. ടാക്സി സ്റ്റാൻഡിൽ വെച്ച് കാണാൻ ചെന്നപ്പോഴാണ് നാട്ടുകാരെല്ലാരും കൂടെ പിടിച്ചു വെച്ച് അടിച്ചത്. ഇതാണ് എന്റെ സ്റ്റാൻഡ്. ഇനി ആ നാട്ടിലെ കുറെ സ്റ്റാൻഡ് കൂടി ഉണ്ട്, അവിടെയും കൂടെ പോകാനാണ് നിന്റെ തീരുമാനം എന്നാണ് ഞാൻ ചോദിച്ചത്. പോണോ വെച്ചാ? അസ്ഥിക്ക് പിടിച്ചമ്മാ. അസ്ഥിക്ക് പിടിച്ചെങ്കിലേ നിന്റെ അസ്ഥി ഒഴുക്കാൻ സമയമായി. ഈടാ, ആ പെണ്ണ് നിന്നെ ഇഷ്ടമില്ലാത്തോണ്ടല്ലേ നാട്ടുകാരെ വിളിച്ച് കാണിച്ചു കൊടുത്താ നിന്നാ. പിന്നെ ആ പെണ്ണിന്റെ പിറകെ എന്തിനു പോണത്? ആ പെണ്ണിന്റെ പേരെന്തോന്ന്? പേര് ഷാ. അറിഞ്ഞിട്ട് വെറുതെ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാലോ. ഓ, അതിന്റെ ഇടയെ കൂടെ അവൻ ലൈൻ വലിക്കണം. ഏതാടാ കൊച്ച്? മേലാങ്കോട് രാധാകൃഷ്ണ കൈമളുടെ മോള് ശാലിനി. അയ്യോ, അതൊരു പൊന്നെപ്പോലെ കൊച്ചാണ്. സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യാണ്. നിനക്ക് എന്തൊരു യോഗ്യത എന്റെ പിറകെ നടക്കാൻ? യവൻ സിവിലിൽ പോയിട്ട് നാട്ടുകാർക്ക് സാധനം എടുത്തു കൊടുക്കും. അതൊരു സർവീസ് ആണല്ലോ. എടാ, നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ? നിന്നെ പോലെ കഴിവിട്ട ആരെങ്കിലും? അത് മതിയായിരുന്നു. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അമ്മ. കാണാൻ കൊള്ളാവുന്ന ഏത് പെമ്പിളരെ കണ്ടാലും അവ അപ്പോൾ തന്നെ പറയും ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന്. അപ്പൊ നീ എന്തിനാണ് പറയണത്? ആദ്യ നോട്ടത്തിൽ തന്നെ ഞാൻ ഉറപ്പിച്ചു, ഓളാണ് എന്റെ ഹൂറി. ഞാൻ കുറച്ച് ഓപ്പൺ മൈൻഡഡ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴേ ഞാൻ പ്രേമത്തിനൊക്കെ എതിരാണ്. അമ്മയെ പ്രേമിച്ച് കെട്ടിയതിനു ശേഷമായിരിക്കും അല്ലേ? എന്തൊരു വർത്താനം വെച്ചാ. കുവൈറ്റിൽ കയറിപ്പോയ സൈലന്ത്രി മാമിയ ബോട്ടി മൊഴി വിളിക്കാൻ പറ്റുമെന്ന് ഞാനല്ലേ അച്ഛന് പറഞ്ഞു തന്നത്. അതൊക്കെ ഉള്ളത് എന്നാ അവളെന്തിന് നിങ്ങളെ വിളിക്കാൻ പോയാ? അതവള് തിരിച്ച് നാട്ടിലോട്ട് വരുമ്പോഴേ എനിക്ക് കുറച്ച് കോടാലി തൈലം കൊണ്ടുവരാൻ വേണ്ടി പറയാൻ വേണ്ടി ബോട്ടി മൊഴി വിളിച്ചു. കോടാലി അല്ലേ? കോടാലി വെച്ച് ഞാൻ തന്നോളാം. നിങ്ങൾ കാര്യങ്ങളിൽ ഇത് തെന്നി മാറുകയാണ്. ഇവ പിറകെ നടന്ന കൊച്ചിന്റെ വീട്ടുകാർ രാത്രി ഇത് ചോദിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കയറി വന്ന ഇവിടെ മനുഷ്യന് സ്വസ്ഥമായിട്ട് ജീവിക്കണം. നീ മറ്റേ PSC പഠിക്കാൻ പോയപ്പോഴേ ഏതോ പെണ്ണിനെ നോക്കി കടപ്പുറ കളവി വന്നത് ഓർമ്മ ഉണ്ട്? അതങ്ങോട്ട് പെട്ടെന്ന് ഓർമ്മ കിട്ടില്ല അച്ഛാ. കാരണം അവളുടെ ആങ്ങൾ അന്ന് രാത്രി പങ്കായം വെച്ച് എന്റെ തലക്കടിച്ചപ്പോഴേക്കും എന്റെ ഓർമ്മകളെല്ലാം പോയില്ലേ. എങ്കി മക്കളെ അകത്ത് പോയി റെസ്റ്റ് എടുക്കി. ഇത് അച്ഛൻ ഡീൽ ചെയ്തോളാം. ശരി, അച്ഛന് ഉചിതമായ ഒരു തീരുമാനം എടുക്കൂ. അവന്റെ ഭാവിയാണ് നമുക്ക് വലുത്. വാ, ആയിക്കോട്ടെ. എടാ, അച്ഛൻ പറഞ്ഞ അച്ഛനെയും ബഹുമാനമില്ല ഒരു കാലി പിടിക്കാൻ പോയി. ഗ്യാസ് ഊറ്റിയിൽ ചാരിരിക്കുകയാണ്. വീട് മൊത്തം കത്തിക്കുന്നുണ്ടോ? പാറിപ്പറക്കാൻ തോന്നുന്ന പ്രായമാണിത്. 10-60 വയസ്സായില്ലേ അച്ഛാ? ഇനി എന്തിനു പാറി പറക്കാൻ? എന്റെ കാര്യമല്ല, നിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ പ്രായത്തിൽ പ്രണയങ്ങളുണ്ടാവാം, ഇഷ്ടങ്ങളുണ്ടാവാം. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ, സ്വാഭാവികം. നിന്റെ ഈ പ്രായത്തിലെ ദണ്ട അച്ഛന്റെ പിറകെ കുറെ പെമ്പിളര് നടന്നിട്ടുണ്ട്. എങ്ങനെ? അല്ല, അച്ഛൻ കുറെ പെമ്പിളര് പിറകെ നടന്നിട്ടുണ്ടെന്ന് പറയുന്നതായിരിക്കും ശരി അല്ലേ? അതെ അതെ. അപ്പൊ ഈ പ്രായത്തില് മക്കള് ഇപ്പൊ ചെയ്യാനുള്ളത് ജോലി വാങ്ങിക്കുക, നല്ലപോലെ പഠിക്കുക, പഠിച്ച് ജോലി വാങ്ങിക്കുക. അതാണ് വേണ്ടത്. ഓക്കെ? അവളെ മുഖം എന്റെ മനസ്സിൽ നിന്ന് പോണില്ല. അത് പോകാൻ ഞാൻ പണ്ട് ഉപയോഗിച്ചൊരു ട്രിക്കുണ്ട്. അവളെ ആങ്ങളമാരെ മുഖം മനസ്സിൽ വിചാരിച്ചാൽ അപ്പൊ പോവില്ല. പറ്റൂല അച്ഛാ. എടാ, അതിന് ആ പെണ്ണിനെ നിന്നെ ഇഷ്ടമില്ലല്ല, പിന്നെ എന്തിനേയും ഇഷ്ടപ്പെടുത്തണം. അതിനച്ഛ എന്നെ സഹായിക്കണം. അവസാനം തന്തിരം മണ്ടേ കൊണ്ടിട്ടല്ലേ. ഞാൻ ഈ വയസ്സാം കാലത്ത് എന്തേ കാട്ടാനാണ്? അത് തന്നെ, വയസ്സായി, ഇനി അധികം നാളില്ല. അതുകൊണ്ട് മക്കൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്ത് നിന്നിട്ട് പെട്ടെന്ന് അങ്ങ് പോയി. ഇവൻ ആരുടെ കെട്ടിവെച്ചുകൊണ്ടു? അവിടെ കെട്ടിയിട്ടാ മതിയായിരുന്നു. അച്ഛാ എല്ലാം എടുത്തല്ല? ഓ, എടുത്തടാ, എടുത്ത്. രണ്ടും കൂടെ ഇങ്ങോട്ട് പോണേ. യവനെ ഒരു കൗൺസിലിംഗ് അത്യാവശ്യമാണ്. അങ്ങനെ ഒരു ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടി പോകണം. അവന് പ്രായമോ ഇഷ്ടമൊന്നും വേണ്ടെന്ന് പറഞ്ഞവൻ. എന്നാലും നമ്മളെ ചെറുക്കല്ലേ, ഞാൻ കൊണ്ട് കാണിച്ചിട്ട് വരാം. നല്ല കാര്യം. നീ അമ്മ ഒരു കാര്യം പറയട്ടെ മക്കൾക്ക്. മക്കൾക്കേ ആ കൊച്ചു ചേരൂല. അതുകൊണ്ടല്ലേ അമ്മ വേണ്ടാന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ എപ്പോഴേ പിടിച്ച് കെട്ടിച്ചെന്നേനാ. എന്തുകൊണ്ട് ചേരുന്നില്ല?
ശവന്നാറി എത്തി. അതെ, പിന്നെ ആ കൊച്ചിന് അവന്റെ അത്ര പൊക്കമില്ല, അതാണ്. ആ പെണ്ണിന് എന്റെ എത്ര പൊക്കമില്ലേ? പൊക്കമില്ല, വണ്ണം 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 അത്രക്കില്ല. ആ പെണ്ണിന്റെ എത്ര വണ്ണം ഇല്ലേ? വണ്ണല്ല, പ്രധാന കാര്യം മൂക്കെ തുറന്നാണ് ഇരിക്കണത്. ഓ, ബാക്കിയുള്ളവരെ മൂക്ക് അടഞ്ഞായിരിക്കും ഇരിക്കണത്. ചെറുക്കാൻ നിനക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലേടാ? ഞാൻ അവിടെ പുട്ടും കടലയും പപ്പടവും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പോയി കയറ്റി. ഇത് നേരത്തെ പറയണ്ടേ? ബൈ. പിന്നെ ശരിയമ്മ, പോയിട്ട് മക്കളെ. അതിന് നീ എന്ത് ചെയ്യണമെന്ന് മോങ്ങണത്? അല്ല, വെറുതെ പോവാൻ നേരത്ത് അമ്മമാർക്കൊരു കരച്ചിലാണല്ലോ. പോയിട്ട് വരാം. പോയി നോക്കട്ടെ, പറ്റുമെങ്കിൽ തിരിച്ചു വരാം. കാണാനില്ലല്ല. അച്ഛാ, ദോ അവള് വരണ്. ഞാൻ തുടങ്ങിയണേ. ആർട്ടിക്കിൾ 1 നെയിം ആൻഡ് ടെറിട്ടറി ഓഫ് ദ യൂണിയൻ. ആർട്ടിക്കിൾ 2 അഡ്മിഷൻ ആൻഡ് എസ്റ്റാബ്ലിഷ് ഓഫ് സ്റ്റേറ്റ്. ആർട്ടിക്കിൾ 3 എഴുതിയില്ലല്ലോ. ആർട്ടിക്കിൾ 1 നെയിം ആൻഡ് ഞാനൊരു വഴിപോക്കനാണ്. കുട്ടി ആരാണെന്ന് എനിക്കറിയില്ല. ഇത് കണ്ടപ്പോൾ എനിക്ക് ചോദിക്കാതിരിക്കാനും പറ്റുന്നില്ല. ഈ കൊട്ടം വെയിലത്ത് ഇത്രയും ഉറച്ച് കഷ്ടപ്പെട്ട് എന്തിനാ കുഞ്ഞെ പഠിക്കുന്നേ? സിവിൽ സർവീസിനാണോ? അതെ വഴിപോക്കൻ അങ്കിൾ. അച്ഛൻ എന്നെ കഷ്ടപ്പെട്ടാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കഷ്ടപ്പെട്ട് സിവിൽ സർവീസിന് പഠിക്കാമെന്ന് വിചാരിച്ചു. അവളെ നോക്കുന്നുണ്ട്. അടുത്ത ഡയലോഗ് ഇറക്ക്. ഡയലോഗ് പറഞ്ഞുപോയി, അതുകൊണ്ട് കരുതുന്ന ഡയലോഗ് ഇറക്കാൻ വേണ്ടി. നെയിം ആൻഡ് ടെറിട്ടറി ഓഫ്. ഈ മകനെ സ്വയംവരം ചെയ്യുന്ന കുട്ടി ഭാഗ്യവതി തന്നെ ആയിരിക്കും. ഒന്നും മൈൻഡ് പോലും ചെയ്തില്ലല്ലോ അച്ഛാ. സിവിൽ സർവീസിന് പഠിക്കുന്ന കുട്ടിയാണവൻ. തിരുനാടൻ നടത്തണ. സിവിൽ സർവീസിന് പഠിക്കുന്ന കുട്ടിയെ അപമാനിക്കുന്നു. അവള് പോയച്ചാ. നീ സിവിൽ സർവീസിന് പഠിക്കുകയല്ലേ? ഏത് ബുക്ക് കയ്യിൽ വെച്ചിരിക്കണ? ആയിരവല്ലി ഭദ്രകാളി ക്ഷേത്രം, കള്ളിപ്പാറ. ഉത്സവത്തിന് നോട്ടീസ് എടുത്തോണ്ട് വന്നേക്കണ. അമ്മയുടെ റൂമില്. അമ്മയുടെ നായ. വരണം. ഒരു ദിവസം പോലും ഒരാളെ ഞാൻ സഹായിക്കാതിരുന്നിട്ടില്ല. സഹായിക്കാതിരുന്ന് എന്റെ കൈകൾ വിറയ്ക്കുന്നു. ഈശ്വര, ഈ നാട്ടിൽ ഒരു പിച്ചക്കാരൻ പോലും ഇല്ലേ എനിക്കൊന്ന് സഹായിക്കാൻ? അയ്യാ, നീ ആരെന്ന് എനിക്ക് തെരിയല്ലേ. ഞാൻ വന്നൊരു പിച്ചക്കാരൻ. എനിക്ക് ഏതാവത് തന്ന് സഹായിക്കണോ അയ്യാ? എന്റെ കിഡ്നി തരട്ടാ. ഇതാ എന്റെ ലക്ഷങ്ങൾ വരുന്ന ATM കാർഡ്. എല്ലാരും കണ്ടില്ലേ? കൊണ്ടുപോയിക്കോളൂ. കുട്ടി കണ്ടില്ലേ, ഞാൻ ലക്ഷങ്ങൾ വരുന്ന ATM കാർഡ് കൊടുത്തു. ഒന്നുകൂടെ കൊടുക്കണോ? അതിന് அம்மா பார்த்தது இல்லையா? எவ அருமையான தங்கமான கொடுப்பு பையன். எனக்கு ஒரு மகள் இருந்தா எவனு கண்டிப்பா நான் கட்டிச்சு கொடுக்க. ഇതെന്തിന് എന്റെ അടുത്ത് പറയണ? லாட்டரி ஆப்பர்ச்சுனிட்டி மிஸ் பண்ணாதே. கூடாது, சிவில் சர்வீஸ் ப்ரிப்பேர் பண்றதுக்கு. അവൾ ഇതിലും വീണില്ലല്ലോ അച്ഛാ. എന്റെ മേക്ക് ഓവർ വെറുതെ ആയി. അച്ഛൻ ഈ വേഷം നന്നായിട്ട് ചേരണുണ്ട്. ഇത് സ്ഥിരാക്കി കൂടെ? മിക്കവാറും സ്ഥിരാക്കേണ്ടി വരും. ഈ വിഗിൽ അച്ഛൻ പൊളിക്കും. നാട്ടുകാരെ എന്റെ നെഞ്ചാങ്കൂടെ അടിച്ച് പൊളിക്കാതിരുന്നാ മതി. അങ്ങനെയൊന്നും സംഭവിക്കൂല. അച്ഛന് പറഞ്ഞതിൽ ഓർമ്മ ഉണ്ടല്ല, അച്ഛനാണ് ഗുണ്ട. അവൾ നടന്നു വരുമ്പോൾ അച്ഛൻ അവളെ തടയുന്നു, കൈ കയറി പിടിക്കുന്നു. അപ്പോഴാണ് എന്റെ മാസ് എൻട്രി. അച്ഛൻ എന്ന വലിയ ഗുണ്ടയിൽ നിന്ന് ഞാൻ അവളെ രക്ഷിക്കുന്നു. പേര് കേട്ട ഗുണ്ടായി എന്റെ പേരെന്തോന്നു? മുട്ടസുർക്ക സുര. അതൊന്നും കുഴപ്പമില്ല, വാരി മതി, സമയമില്ല. പോ. മുട്ടസുർക്ക സുര. അയ്യോ, ഞാൻ വാഴയ്ക്കൊപ്പം കഴിച്ചായിരുന്നേ. നാളെ മാമന്റെ മുട്ടസുർക്ക വാങ്ങാം. ഞാൻ മുട്ടസുർക്ക വിൽപ്പനക്കാരനല്ല, ഒരു ഗുണ്ടയാണ്. എന്റെ പേരാണ് മുട്ടസുർക്ക സുര. നല്ല പേര്. ശരിയേ? അങ്ങനെ അങ്ങ് പോയാലോ? നീ കൊള്ളാലോടി പെണ്ണേ. എന്റെ പെണ്ണിനെ ആരും ഉപദ്രവിക്കുന്നു. അവനെ ഞാനിന്ന് കൊല്ലും. എടാ, നീ പെണ്ണുങ്ങളെ കൈ കയറി പിടിക്കുമല്ലേടാ? പിന്നെ ഇപ്പൊ പിടിച്ച ആണിന്റെ കയ്യിലാ. എന്റെ കയ്യിൽ നിന്ന് പെണ്ണിനെ രക്ഷിക്കാൻ വന്ന എന്റെ ചെറുക്ക എവിടെ? ഉസൈൻ ബോൾട്ട് പോലും ഇങ്ങനെ ഓടൂല. എന്റെ മുട്ട സുർക്ക രണ്ടായി. ഇനി സുർക്ക സുരമതി. മുട്ട പോയി.
ഇവിടെ നിക്കണ റോഡ് ക്രോസ് ചെയ്യാൻ കണ്ണ് കാണാത്തവരായ ആരും ഇല്ലേ? എനിക്കൊന്ന് ക്രോസ് ചെയ്ത് വിടാനായിരുന്നു. മക്കളെ, ഞാൻ ഒരു കണ്ണ് കാണാത്ത ഒരാളാണ്. എന്നെ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കണം. അതിനല്ലേ മാമ ദൈവം എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. മോളെ, ഇതുപോലൊരു യുവാവിനെ കിട്ടാൻ പുണ്യം ചെയ്യണം. മോള് വേണമെങ്കിലേ അവനെ കെട്ടിക്കോ. മാമന് കണ്ണുകൊണ്ടുകൂടാത്തല്ലേ, പിന്നെ ഞാൻ ഇവിടെ നിക്കണ അങ്ങനെ ഉണ്ട്. അത് പിന്നെ ഈ യുവാവ് സഹായിക്കാമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ചെവി കൂടെ എനിക്ക് കാഴ്ചശക്തി കിട്ടി. മോനെ എന്നെ അപ്പുറത്താക്കി ആക്കിത്തരാം മാമ. വാ. അതെ, ഒന്ന് നിന്നാണ്. പുല്ല് ഞാനെ തിരിഞ്ഞു നോക്കി. എന്തൊക്കെ ചെയ്തിട്ട് എന്നെ ഇംപ്രസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലേ? ഇംപ്രസോ? അതെന്താ? അതിന്റെ അർത്ഥം പോലും എനിക്കറിയില്ല. അഭിനയിക്കാൻ വിളിച്ചോണ്ട് വന്ന ആളെടുത്ത് പറയണം, കഥാപാത്രങ്ങൾ മാറുമ്പം ആ വോയിസ് മോഡുലേഷനും കൊടുത്തിരിക്കണ കൂതറ കയ്യില് കണ്ണി വെച്ചേക്കണ പൊട്ട കണ്ണാടിയും കൂടെ മാറ്റാൻ. വേറെ ആരെങ്കിലും വിളിച്ചോണ്ട് വന്നാ മതിയായിരുന്നു അഭിനയിക്ക്. പിന്നെ നിന്റെ ഈ കുതിര പരിപാടിക്ക് മോഹൻലാൽ മമ്മൂട്ടി വരും. മക്കളെ, കൈമടുത്ത് പോയി പറയല്ലേ, ഞാനേ അവന്റെ ഒരു അകന്ന ബന്ധുവാണ്. അച്ഛനാണ്. അച്ഛനാണ്. സോറി അങ്കിൾ, നേരത്തെ ആളറിയാതെയാണ് അടിച്ച്. കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കിട്ടാറുണ്ട്. പിന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. എന്താ? മോള് കൃത്യസമയത്ത് ഇവര് ഹോസ്പിറ്റലിൽ എത്തിച്ചോണ്ട് രക്ഷപ്പെട്ട്. ഇല്ലെങ്കിൽ 2 പേര് റേഷൻ കടയിൽ നിന്ന് വിട്ടായിരുന്നു. എന്നാ ശരി, ഞാൻ പോട്ടെ. എന്റെ അടുത്ത് നേരത്തെ എന്തിനാ പറയാണ്ടെന്ന് പറഞ്ഞല്ല. വീട്ടുകാരെല്ലാരെയും കൂട്ടി ഒരു ദിവസം എന്റെ വീട്ടിലോട്ട് പോവാ. പോവല്ലേടാ, ഇവിടെ അച്ഛനെ JCB ഉണ്ട്, കോരി എറിയാനായിരിക്കും. ഇതിന് വരാൻ പറഞ്ഞ പാലേ അച്ഛാ വീടിന്റെ. അച്ഛാ, ടോറസ് കയറിയാൽ എന്താ നിനക്ക് പെണ്ണ് സെറ്റായില്ലേ? അച്ഛാ, ഒരു ടോറസ് കൂടെ കയറാനുള്ള ആവതേ അച്ഛനുണ്ടാ? ഞാൻ ആര് ഈ കയ്യിലൊക്കെ ഇട്ടിച്ചെന്ന് ചെയ്യണം പോകണമെന്ന് അറിയാമോ? ഈ നായിന്റെ മോനെ ഞാൻ കൊല്ലും.